ഹലോ. ഇന്നതേ വല്ലാത്തൊരു ദിവസാട്ടാ. എല്ലാം കൂടി കൂടിയിട്ടുള്ള ഒരു ദിവസം എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ദിവസമാണ്. ഞാൻ ഇന്ന് രാവിലെ കുറച്ച് പതുക്കെ എണീറ്റ്, അധികമൊന്നുമില്ല, ഒരു 10 മിനിറ്റ് പതുക്കെ. എന്നിട്ട് ഞാൻ വേഗം വന്നത് ദോശമാവ് അരച്ച് വെച്ചതാ നോക്കി, അത് നല്ല അടിപൊളിയായിട്ട് പൊന്തിയുണ്ട്. അപ്പം ഞാൻ പിന്നെ വേഗം അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ഇന്നലെ നമ്മൾ പയർ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് ഞാൻ വേഗം നന്നാക്കി അടുപ്പിൽ വെച്ചു. ഐ മീൻ ഗ്യാസിൽ വെച്ചു. കുക്കറിലിട്ടിട്ട് ഗ്യാസിൽ വെച്ചു. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒരു സബോളയൊക്കെ ഇട്ട് ഗ്യാസിൽ വെച്ചു. പിന്നെ ചേട്ടായി പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് ചോറ് വേണ്ട, ദോശ തന്നെ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാം ഇച്ചിനെ പതുക്കെ ആട്ടോ ചെയ്തേ. എന്നാലും ചെയ്യേണ്ടതെന്ന് ഓർത്ത് വേഗം വെക്കുകയൊക്കെ ചെയ്തു. പിന്നെ അത് അരിയും കൂടെ ഇട്ടു. പിന്നെ എന്തിട്ടാണ് അങ്ങനെ അരിയൊക്കെ കൂടിയിട്ടു. അപ്പോൾ അതിന് സാമ്പാർ വെക്കാമെന്ന് ഓർത്തു. കാരണം ദോശയ്ക്കും കറി വേണം, ഇതിനും കറി വേണ്ടതെന്ന് ഓർത്ത്. അപ്പോൾ രണ്ടിനും കൂടിയിട്ട് സാമ്പാർ വെക്കാമെന്ന് ഓർത്ത് പരിപ്പ് ഞാൻ അടുപ്പത്ത് വെച്ചു. അധികം കഷ്ണങ്ങളൊന്നുമില്ല, ഉള്ള കഷ്ണങ്ങളും കൊണ്ട് വേഗം സാമ്പാറും വെച്ചു. അപ്പോൾ അതേ പരിപ്പ് വെന്ത് കഴിഞ്ഞപ്പോൾ കഷ്ണങ്ങൾ ഇട്ടതിൻ്റെ കൂടെ ഞാൻ പിന്നെ ഉപ്പും ഒരു കഷ്ണം കായും ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതും ഒരു ബിസിലടിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഇതുവരെ എല്ലാം ഓക്കെ ആയിരുന്നു. സാധാരണ നടക്കുന്ന പോലെ എല്ലാം നടന്നു. ഇനിയാണ് കിടക്കുന്നത്. എൻ്റെ മോൻ രാവിലെ എണീറ്റ് വഴിക്കുന്ന വാതിലകത്തുനിന്ന് പൂട്ടി തുറക്കാൻ കിട്ടണില്ല. പിന്നെ ഞാൻ പപ്പേനെ വിളിച്ച് പപ്പയെ വിടുന്നു ആരും വേഗം വിളിച്ചിട്ട് വന്നിട്ടാണ് പൂട്ടൊക്കെ പൊളിച്ച് ആളെ പുറത്തെടുത്തത്. ആൾ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അതും കൂടി ആയപ്പോൾ ആകെ സമയം പോയി. പിന്നെ അത് ദോശയ്ക്ക് മസാല ഉണ്ടാക്കണം, ചമ്മന്തി ഉണ്ടാക്കണം, സാമ്പാർ കാച്ചണം, അങ്ങനെ പണികൾ ഇഷ്ടം പോലെ കിടക്കുക. പിന്നെ വേഗം ചാടിത്തുള്ളി ഞാനെല്ലാം ചെയ്തത്. ഉരുളക്കിഴങ്ങൊന്നും ചെറുതാക്കി ഒന്നും അരിഞ്ഞില്ല, ഒക്കെ വലുതാക്കി തന്നെ അരിഞ്ഞ് വേഗം അടുപ്പത്ത് വെച്ചു. സാമ്പാർ ഇതേ കാച്ചാൻ വേണ്ടിയിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇതേ നന്നാക്കി എടുത്തു. അപ്പോഴേക്കും പിന്നെ അമ്മയും വന്നു കേട്ടോ, ചേട്ടായിയൊക്കെ വന്നു. അവരപ്പോൾ ഇതേ ഇലയൊക്കെ വെട്ടിയിട്ടാണ് വന്നേ. കാര്യമുണ്ട് പറയാം. അങ്ങനെ ദേ ഇലയൊക്കെ അമ്മ കഴുകിയെടുത്തു. പിന്നെ അമ്മയും കൂടി കൂടിയപ്പോൾ വേഗം സാമ്പാറൊക്കെ റെഡിയാക്കി പിന്നെ ഇത് നമ്മളൊരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതിൻ്റെ റെസിപ്പി ഞാൻ ഉണ്ടാട്ടോ. അടിപൊളി ചമ്മന്തിയാണേ. അപ്പോൾ ദേ അതും ഒക്കെ റെഡിയാക്കി. ദേ ദോശയും റെഡിയാക്കി. അപ്പോൾ എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇന്ന് ഇലയിൽ പൊതിഞ്ഞിട്ടാണ് ചേട്ടായി ഫുഡ് കൊണ്ടുപോകണേ. കൂടെ നമ്മളിന്ന് വെല്ലുമിച്ചിക്കും ആൻറ്റിക്കും കൂടി ദോശ കൊടുത്തു വിട്ടുണ്ട്. വെല്ലുമിച്ചിക്ക് മസാല ദോശ കഴിക്കണമെന്നൊരു പൂതി. അപ്പോൾ അതും ആക്കി. പിന്നെ ദേ ചേട്ടായിക്ക് സ്ഥിരം പോലെ ദോശ അപ്പം ഉണ്ടാക്കി അത് കൊടുത്തു. പിന്നെ ദേ ആവശ്യത്തിന് കറികളും കാര്യങ്ങളൊക്കെ ചേട്ടായിക്ക് വെച്ചു, അവർക്കും ആക്കി. അപ്പോൾ സമയം വൈകിക്കൊണ്ട് ചേട്ടായി വേഗം പോയി. പിന്നെ ഞങ്ങളും ഫുഡ് കഴിച്ചു.